Dear students, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റീൽ പൈപ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സ്റ്റീൽ പൈപ്സിൻ്റെ യൂസേജ് ഏതൊക്കെ മേഖലകളിലാണ് സ്റ്റീൽ പൈപ്പ് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്ട്രെങ്ത് ആണ്, ഡ്യൂറബിൾ ആണ്, പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും, ഒരുപാട് ദോഷങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. സ്റ്റീൽ പൈപ്സ് ആർ ഹൈലി എഫിഷ്യൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് എ സ്മാളർ ഡയമീറ്റർ ഓഫ് പൈപ്പ് മെയ്ഡ് ഫ്രം സ്റ്റീൽ ദാൻ പൈപ്സ് മെയ്ഡ് ഫ്രം അതർ മെറ്റീരിയൽസ്. എന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്? നമ്മൾ ആദ്യത്തെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈലി എഫിഷ്യൻ്റ് ആണ്. മറ്റുള്ള പൈപ്പുകളെ അപേക്ഷിച്ചിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പൈപ്പാണ് ഇത്, ഈ ഒരു സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് എ സ്മോളർ ഡയമീറ്റർ ഓഫ് പൈപ്പ്. അതായത് നമ്മളൊരു സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് വളരെ സ്മോൾ ഡയമീറ്ററിലുള്ള പൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, മറ്റു മെറ്റൽസ് വെച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും മറ്റ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കുന്ന പൈപ്പുകളെക്കാൾ ചെറിയ ഡയമീറ്ററിൽ, എന്താണ് ഡയമീറ്റർ എന്താണെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ ഡ്രോയിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ ഡയമീറ്ററിലുള്ള പൈപ്പുകൾ നിർമ്മിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റീൽ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, വളരെ സ്മോൾ ഡയമീറ്റർ പൈപ്പ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റീലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അടുത്തത്, ദ മാസ് ഫ്ലോ റേറ്റ് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് ഈസ് മച്ച് ഹയർ പെർ ഡയമീറ്റർ ദാൻ മെനി അതർ മെറ്റൽസ്. മാസ് ഫ്ലോ റേറ്റ്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് എന്താണ്, മറ്റു പൈപ്പുകളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് കൂടുതലാണ്. അതായത് ഫ്ലോ ചെയ്യുന്ന ഒരു റേറ്റ് എന്താണ്, മറ്റുള്ള പൈപ്പിനേക്കാളും കൂടുതലാണ്. ദിസ് ക്യാൻ സേവ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പൈപ്സ് വിത്തൗട്ട് സാക്രിഫൈസിങ് ഫ്ലോ റേറ്റ്. ഈ ഒരു ഗുണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആ ഒരു കോസ്റ്റ്, ഈ ഒരു ഫ്ലോ റേറ്റിലുള്ള ആ ഒരു വ്യത്യാസം കാണുമ്പോൾ ഇതിനൊരു കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റീൽ ഈസ് സ്ട്രോങ് ആൻഡ് വിൽ റെസിസ്റ്റ് ഡാമേജിങ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ റൂയിൻ അതർ പൈപ്സ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. എന്താണ്, വളരെയധികം സ്ട്രോങ് ആണ്, പിന്നെ ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. നമ്മളൊരു പൈപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ചിലപ്പോൾ നമ്മൾ ഒരു ലോറിയിലാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്ക് ഇറക്കിയിടാം, പെട്ടെന്ന് ലോറിയിൽ കയറ്റാം. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്റ്റീൽ സ്ട്രോങ് ആയ കാരണം അതിന് ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പൊക്കെ ആണെന്നെങ്കിൽ വളരെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്ന പോലെ വളരെ എന്താണ് സൂക്ഷിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡാമേജ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം അത്ര സ്ട്രോങ് അല്ലാത്ത കാരണം ഡാമേജസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ സ്റ്റീലിൻ്റെ പൈപ്പ്സ് എന്താണ്, നല്ല സ്ട്രോങ് ആയ കാരണം നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പൈപ്പ് ഡാമേജ് ആവുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമാണ്. അതുപോലെ തന്നെ സച്ചസ് ട്രീ റൂട്ട്സ്, ഹ്യൂമൻ എറേഴ്സ് ആൻഡ് എക്സ്ട്രീം വെതർ കണ്ടീഷൻ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുന്നത്, നമ്മുടെ ഒരു പൈപ്പ്, ഒരു PVC പൈപ്പാണെങ്കിൽ ഒരുപാട് കാലം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, അതായത് സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻസ് ആ പൈപ്പിനെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ, മഴ, വെയിൽ, അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴൊക്കെ PVC പൈപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ദോഷങ്ങളുണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റീലിൻ്റെ പൈപ്പിന് അത്തരം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ സൂര്യൻ്റെ സൺലൈറ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സ്റ്റീലിൻ്റെ പൈപ്പിന് അതെന്ത് ചെയ്യുന്നില്ല, പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് മണ്ണിലേക്ക് ഇറക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു അടുത്തൊരു വലിയ മരം ഉണ്ടെങ്കിൽ ആ മരത്തിൻ്റെ വേരിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനത്ര എഫക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹ്യൂമൻ എറേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും പറ്റുന്ന ചില തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. കയ്യിൽ നിന്ന് വീഴുക, പൈപ്പ് വീഴുക, മുകളിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് വീഴുക, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യണം, സ്റ്റീലിൻ്റെ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഡാമേജ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, എല്ലാ വെതർ കണ്ടീഷനും, എല്ലാ കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പൈപ്പാണ് നമ്മുടെ സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ സ്റ്റീൽ പൈപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. അൺലൈക്ക് പ്ലാസ്റ്റിക് പൈപ്സ്, സ്റ്റീൽ പൈപ്പ്സ് ആർ 100% റീസൈക്ലബിൾ. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് പൈപ്പാണെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന കാര്യമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു പൈപ്പ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് PVC പൈപ്പ് നമ്മൾ ഇലക്ട്രിക്കൽ പർപ്പസിനാണെങ്കിലും പ്ലംബിംഗ് പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട് പൊളിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലാവധി തീരുമ്പോൾ ഈ ഒരു പൈപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ, നമ്മൾ പറിച്ചതാണ്, തെർമോസൈക്കിൾ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പൊക്കെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം.
പക്ഷേ സ്റ്റീലിൻ്റെ പൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലേ. സ്റ്റീലൊരു മെറ്റലാണ്, നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമാണ്. When the pipes are no longer needed, they can be melted down and turned back into other usable metal pieces in other industries. അതായത് ഒരു പൈപ്പ്, നമ്മളൊരു സ്റ്റീലിൻ്റെ പൈപ്പാണ്, ഒരുപാട് കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ഉപയോഗം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ മേഖലയിലേക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ വേറെ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം അല്ലേ. അതിനെ ഉരുക്കിയെടുത്തിട്ട് സ്റ്റീലിനെ ഉരുക്കിയിട്ട് നമുക്ക് വേറെ പ്രോസസ്സുകൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് എന്താണ്, അതിൻ്റെ ഒരു ഗുണമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീൽ പൈപ്സിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജസ് പഠിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിഫറൻസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അൺലെസ് ഫോർ ബോണ്ടഡ് അലുമിനിയം ഓർ കോപ്പർ ബേസ് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് വെരി പുവർ. ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റിനെ കടത്തിവിടാനുള്ളത്, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി നമ്മുടെ അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ തുടങ്ങിയിട്ടുള്ള മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വെരി പുവറാണ്, അതായത് വളരെ കുറവാണ്. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സ്റ്റീൽ ഈസ് വെരി പുവർ. ഓക്കെ, പിന്നെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, എക്സ്പെൻസീവ് ആണ്, ആളിത്തിരി എക്സ്പെൻസീവ് ആണ്, കുറച്ച് വില കൂടുതലാണ് എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അടുത്തത്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫാബ്രിക്കേറ്റ് ആൻഡ് സിൻസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് മാലിയബിൾ ആസ് കമ്പയർഡ് ടു other metals, therefore it is difficult in case of repair or rework being done. സ്റ്റീൽ പൈപ്പ്സ് വെൽഡ് ചെയ്യാനൊക്കെ സാധിക്കും, പക്ഷേ എന്താണ്, ഇത് മാലിയബിൾ അല്ല. മാലിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ച് പരത്തി ഒരു വളരെയധികം ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരുപാട് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. റിപ്പയറും അതുപോലെ തന്നെ റീവർക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് എന്താണ്, നമ്മുടെ സ്റ്റീൽ പൈപ്പ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് അലുമിനിയത്തിനെയും കോപ്പറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം കുറവാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതെന്താണ്, എക്സ്പെൻസീവാണ്, വളരെയധികം എക്സ്പെൻസീവായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫാബ്രിക്കേറ്റ് ചെയ്യാൻ, മാലിയബിൾ പ്രോപ്പർട്ടിയൊക്കെ കുറവായ കാരണം റീവർക്കും അതുപോലെ തന്നെ റിപ്പയർ വർക്കൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ആണ്, ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.